ഇന്ന് മൂന്നാമത്തെ ദിവസമാണ്. ഇന്ന് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ലൈവ്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് അപ്പാണി ശരത്തും പിന്നെ നമ്മുടെ അക്ബർ ഖാനുമാണ്. കാര്യം അവരാണ് ഇന്നത്തെ ദിവസം എൻഗേജ് ചെയ്തിച്ച് കൊണ്ടുപോയത്. അതിൻ്റെ അകത്ത് കുറച്ചും കൂടി ഇനീഷ്യേറ്റീവ് എടുത്തത് അപ്പാണി ശരത്താണ്. അപ്പം അദ്ദേഹത്തിനാണ് ആദ്യ കയ്യടി. അപ്പാണി ശരത്ത് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജിസേലിൻ്റെ ക്യാരക്ടർ പുറത്തു കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരൻ കുറച്ച് ഇനീഷ്യേറ്റീവ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പാണി ശരത്ത് പറയേണ്ട സ്ഥലത്ത് പറയേണ്ട കാര്യങ്ങൾ പറയതുപോലെ പറയുകയും ചെയ്യും. പിന്നെ അത്യാവശ്യം പുള്ളിക്കൊരു ഗ്രൂപ്പ് ഉണ്ട് എന്ന് എല്ലാവരും ധരിച്ചു വെച്ചിട്ടുണ്ട്. അത് ഉള്ളത് തന്നെയാണ്. പക്ഷേ എന്നാൽ കൂടെ പറയേണ്ട കാര്യം അദ്ദേഹം നല്ലതുപോലെ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അക്ബർ ഖാനാണ്. അക്ബർ ഖാൻ ഓൺ ദ സ്പോട്ട് കൗണ്ടർ കൊടുക്കും. അതാണ് അദ്ദേഹത്തിൻ്റെ സ്പെഷ്യാലിറ്റി. നല്ല രസവുമാണ്, എൻ്റർടൈനിങ് ആയിട്ട് നമ്മുടെ ബിഗ് ബോസിനെ കൊണ്ടുപോകുന്നുമുണ്ട്. അപ്പം അക്ബർ ഖാനും പിന്നെ അപ്പാണി ശരത്തും ഒരു ചെറിയൊരു ഗ്യാങ് പോലെയൊക്കെയാണ്. പിന്നെ അഭിലാഷ് ഉണ്ട് അതിൻ്റെ അകത്ത്, പിന്നെ ആര്യനുണ്ട്. പക്ഷെ ആര്യനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ലെന്നാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. ഓക്കെ, സോ അപ്പം അവർ ഇങ്ങനൊരു ചെറിയൊരു ഗ്യാങ്ങൊക്കെ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പം അവരൊക്കെ പിന്നെ കൂടാതെ ഇന്ന് നടന്ന പിന്നെ ജിസേലിൻ്റെ കാര്യം. പുള്ളിക്കാരി ഇന്ന് അത്യാവശ്യം നല്ല രീതിയിൽ കൗണ്ടർ അടിച്ച് പിന്നെ അനുമോളായിട്ടൊരു വാക്കുതർക്കമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അടിച്ചു വരുന്ന കാര്യത്തിൽ അതിലൊക്കെ കൗണ്ടർ അടിച്ച് ജിസേലാണ് മുന്നോട്ട് പോയത്. അനുമോള് കുറച്ച് ഡൗൺ ആയി എങ്കിലും അനുമോള് തിരിച്ചു കയറി വന്നു. പുള്ളിക്കാരി ഒരു ക്യൂട്ട് ആൻഡ് എന്താ പറയുക, ഒരു സിമ്പിൾ ക്യാരക്ടറാണ്. ഒന്നും മനസ്സിൽ വെക്കാത്തൊരു ക്യാരക്ടറാണെന്ന് തോന്നുന്നു. ഇതുവരെ ഇനി പെർഫോം ചെയ്യുന്നതാണോ എന്നറിയാൻ പറ്റില്ല. സോ അതും അനുമോളിനൊരു പോസിറ്റീവായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. പുള്ളിക്കാരി ഒരു ജിസേലായിട്ട് ആദ്യത്തെ വാക്ക് തർക്കമായ അടിച്ചു വരുന്ന കാര്യത്തിൽ തർക്കമുണ്ടായിരുന്നെങ്കിലും പിന്നെ നമ്മുടെ ചായ ഉണ്ടാക്കി കഴിക്കുന്ന കാര്യം, അതായത് ജിസേൽ തന്നെ ചായ ഉണ്ടാക്കി കഴിക്കണം. അപ്പം ജിസേൽ ചായ ഉണ്ടാക്കി അതിനുശേഷം തിളച്ച് പൊങ്ങിയപ്പം അനുമോൾ ഓഫാക്കി. പുള്ളിക്കാരി എങ്ങോട്ടോ ഒന്ന് മാറിയിട്ടുണ്ടായിരുന്നു. ഓഫാക്കിയതിനെ ചൊല്ലി പരാതി. അത് ഈ മുൻവൈരാഗ്യങ്ങളൊക്കെ വെച്ചിട്ടാണ് സംഭവം നടന്നിരിക്കുന്നത്. ഈ മുൻവൈരാഗ്യം എന്ന് പറഞ്ഞാൽ അറിയാലോ, നേരത്തെ ആ ചൂലിൻ്റെ പ്രശ്നം തൊട്ട് അങ്ങനെ വന്നു. പിന്നെ അതിന് മുന്നത്തെ ദിവസത്തെ പ്രശ്നം എടുത്തിട്ടു. ഒരു ദിവസം നമ്മുടെ മൈക്ക് മാറി ധരിച്ചു പോയി അനുമോൾ. ആ പ്രശ്നം ജിസേൽ എടുത്തിട്ടു. അതിനുശേഷം അതിന് മുന്നേ നടന്ന മറ്റേ ഇന്നർ വെയർസിൻ്റെ കാര്യം പറഞ്ഞിട്ട് വീണ്ടും ജിസേൽ അനുമോളാണ് പിന്നെ ക്യാമറയിൽ പൊക്കി വെച്ച് കാണിച്ചതെന്നൊക്കെ പറഞ്ഞു. ശരിക്കും അതിൻ്റെ കൾപ്രേറ്റ് എന്ന് പറയുന്നത് ആര്യനാണ്. പുള്ളിക്കാരനത് എവിടെയും വരാതെ നോക്കാൻ മാക്സിമം ശ്രമിക്കുന്നതുകൊണ്ട് മിക്കവാറും ലാലേട്ടൻ ഈ വീക്കെൻഡ് എപ്പിസോഡിൽ പൊക്കാനാണ് ചാൻസ് കൂടുതൽ. മേ ബി ഇങ്ങനൊരു ടോപ്പിക് ആയത് കാരണം ചിലപ്പം എടുത്തോണമെന്നുമില്ല. പക്ഷേ എന്തുകൊണ്ടാണ് എന്നറിയത്തില്ല, എപ്പിസോഡ്സിൽ ഒരു സോഫ്റ്റ് കോർണർ പലരുമായിട്ട് കാണിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നമ്മുടെ ബിഗ് ബോസിൽ. മേ ബി അവരെ കുറച്ചും കൂടെ മുന്നോട്ട് പോയി അവരിൽ നിന്ന് കണ്ടൻറ് ഉണ്ടാക്കാനായിരിക്കാം. ഓക്കെ, ഞാൻ പറയുന്നത് ആരെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഓക്കെ, അപ്പം അപ്പാണി ശരത്ത്, അക്ബർ ആസ് യൂഷ്വൽ. എനിക്കിപ്പം ഒരു ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റായിട്ട് തോന്നുന്നത് അക്ബറെയാണ്. പക്ഷേ പുള്ളിക്കാരൻ്റെ കയ്യിലുണ്ട് പോരായ്മകളൊക്കെ. എടുത്തുചാട്ടം കുറച്ചധികം കൂടുതലാണ്. പിന്നെ ജിസേലിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ അടുത്തതായി രഞ്ജിത്തേട്ടൻ ഇന്ന് നല്ലൊരു കോൺവെർസേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അത് ലൈവിൻ്റെ അകത്താണ് ഉണ്ടായിരുന്നത്. അത് നമ്മുടെ ക്യാപ്റ്റനായിട്ടാണ്, അനീഷായിട്ടാണ്. അപ്പം അനീഷ് പല കാര്യങ്ങളൊക്കെ പുള്ളി വലിയ കാരണവരെ പോലെ ഇങ്ങനെ പറയുകയാണ് രഞ്ജിത്തേട്ടനോട്. പക്ഷേ പുള്ളിക്കാരൻ കറക്റ്റ് പോയിൻ്റ് വൈസ് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ്റെ, അതായത് അനീഷിൻ്റെ കയ്യിലാണ് തെറ്റ് എന്ന് കാണിച്ചു കൊടുത്തപ്പം പിന്നെ അനീഷിനൊന്നും മിണ്ടാനില്ല. അപ്പം രഞ്ജിത്തേട്ടൻ അത്യാവശ്യം അതായത് തമ്മിൽ ഭേദം ഈ 2 ദിവസത്തെ വെച്ചിട്ട് ഇന്ന് കുറച്ചും കൂടെ ആക്റ്റീവായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ആസ് യൂഷ്വൽ രേണുസുതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നേരങ്ങളൊക്കെ ഡൗൺ ആയിരിക്കും. പക്ഷേ ആക്റ്റീവ് ആകുമ്പം എന്ന് പറഞ്ഞൊരു ആക്റ്റീവ് ലെവലാണ്. അതായത് ഈ പഞ്ച് ഡയലോഗ്, അതേപോലെ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആരുമായിട്ട് എന്തെങ്കിലും വാഗ്വാദം വന്നാൽ നല്ല കുറുക്കി കൊള്ളുന്ന പോലെ കൊടുക്കാൻ പുള്ളിക്കാരിക്ക് അറിയാം. അത് ആ ഒരു തൻ്റെ ഇടത്തിൻ്റെയും ആ ഒരു സ്റ്റബോൺനെസ്സിൻ്റെയൊക്കെയാണ്. അപ്പം രേണുസുതി അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലൈവിൻ്റെ അകത്ത് അത്രത്തോളം കണ്ടില്ലെങ്കിലും എപ്പിസോഡിൻ്റെ അകത്ത് എന്തായാലും പുള്ളിക്കാരിനെ എടുത്ത് കാണിക്കുന്നുണ്ട്. ആ കാര്യം പുള്ളിക്കാരിനെ കണ്ടിരിക്കാൻ ആൾക്കാരുണ്ട് എന്ന് ഏഷ്യാനെറ്റിന് മനസ്സിലായി എന്ന് തോന്നുന്നു. അപ്പം ആ ഒരു രീതിയിലാണ് പറയുന്നത്. ലൈവിൻ്റെ അകത്ത് ഒട്ടും അങ്ങനെ തന്നെ എവിടെയൊന്നുമില്ല, എവിടെയെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞു പോകുന്ന ഒരാൾ. പക്ഷേ എപ്പിസോഡിൻ്റെ അകത്ത് വരുമ്പോൾ കുറച്ചും കൂടെ കാണിക്കുന്നുണ്ട് നമ്മുടെ ബിഗ് ബോസ് രേണുസുതിക്ക് വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ അനീഷിൻ്റെ കാര്യം ഇന്നും പറയുകയാണെങ്കിൽ പുള്ളിക്കാരൻ മുകളിലേക്ക് തന്നെയാണ് പോകുന്നത്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് പാർട്ടിസിപ്പൻസ് ആണ്. അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി അപ്പുറത്തൂടെ നടക്കുവാണെങ്കിലും ഇദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും.
അപ്പം കാണുന്ന പ്രേക്ഷകർക്ക്, ഈ ലൈവ് കാണുന്ന പ്രേക്ഷകർക്കടക്കം ചിലപ്പോൾ തോന്നാം എന്തിനാണ് ഇത്രയും നെഗറ്റീവ് ഇദ്ദേഹത്തെക്കുറിച്ച് പറയുന്നതെന്ന്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് ഉയരാനാണ് ചാൻസ്. കാര്യം ഒത്തിരി പ്രാവശ്യം കോൺവെർസേഷൻ, അതായത് നമ്മുടെ കഴിഞ്ഞ ബിഗ് ബോസ് സീസണുകളിൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ അങ്ങനെ വന്നവരൊക്കെ കുറച്ചധികം മുന്നോട്ട് പോയിട്ടുണ്ട്. ആക്റ്റീവ് ആവാത്ത കുറേ പേരുണ്ട് ഇപ്പോഴും. അതിലൊരാളാണ് നിവിൻ. പുള്ളിക്കാരൻ എന്താണ് ചെയ്യുന്നത് എന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ജിസേലിൻ്റെ ബാഗ് തുറന്നു നോക്കുന്നു, അതിലൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായില്ല. പിന്നെ പുള്ളിക്കാരൻ്റെ ക്യാരക്ടർ കുറച്ച് വിയേഡ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ അതിൻ്റെ അടുത്തെത്തുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആണ് പുള്ളി കാഴ്ചവെക്കുന്നത്. ഷാനവാസ്ക, പുള്ളിക്കാരൻ്റെ കാര്യം പറയുന്നതാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട്, കഷ്ടമാണ്. കാര്യം പുള്ളിക്കാരന് ഒരു നിലപാടില്ല. പുള്ളിക്കാരൻ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? പുള്ളിക്കാരൻ ഒരു സീരിയൽ കളിയാണ്. അതായത് സീരിയലിൽ ഒരു നായകൻ്റെ റോള് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ സിറ്റുവേഷനൊക്കെ ഉണ്ടാക്കുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പുള്ളി ഇപ്പോഴും ഒറിജിനൽ അല്ല. പുള്ളിയുടെ ക്യാരക്ടർ ഇതുവരെയായിട്ടും കാണിച്ചിട്ടുമില്ല. എന്താണ് എന്ന് പുള്ളി ഉദ്ദേശിക്കുന്നതെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. പക്ഷേ പുള്ളിക്കാരൻ അതുകൊണ്ട് തന്നെ കുറേ കൊട്ട് കിട്ടുന്നുണ്ട്. അത്യാവശ്യം നന്മവരം കാണിക്കാൻ നോക്കിയിട്ട് തന്നെ കൊട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പം മനസ്സിലാക്കാത്തവർ, നമ്മുടെ ബിഗ് ബോസ് പ്രേക്ഷകർ മനസ്സിലാക്കാത്തവർ പിന്നെയും അദ്ദേഹത്തെ വോട്ട് ചെയ്ത് ജയിപ്പിക്കാൻ ചാൻസ് ഉണ്ട്. കാര്യം അദ്ദേഹം ഒരു സീരിയൽ ഫെയിമുള്ള ഒരാളാണ്. പിന്നെ ഇന്നത്തെ വീക്കിലി ഗെയിം കൊള്ളാമായിരുന്നു, അത് എടുത്തു പറയണം. കാര്യം എല്ലാവരുടെയും ആറ്റിറ്റ്യൂഡിൽ നല്ല ചേഞ്ച് വന്നിട്ടുണ്ട്. ഓരോരുത്തരുടെ ഓപ്പൺ നോമിനേഷൻ ആയിരുന്നു 4 പേരെ. അതുകൊണ്ട് തന്നെ എല്ലാവരോടുമുള്ള പേഴ്സ്പെക്റ്റീവ് എല്ലാവരും തുറന്ന് അത്യാവശ്യം നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള പൊട്ടലും ചീറ്റിലും ഇനിയുള്ള ദിവസങ്ങളിൽ കാണാനാണ് ചാൻസ് കൂടുതൽ. ഇന്നത്തെ ദിവസം നോമിനേറ്റ് ആയവരിൽ അത്യാവശ്യം നല്ല ആക്റ്റീവായിട്ടിരുന്നവർ ഒന്ന് ജസേലാണ്. പിന്നെ രേണു സുധീൻ എന്തായാലും പ്രേക്ഷകർ പൊക്കിവിടും. പിന്നെ അനുമോൾ അത്യാവശ്യം നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ശാരിക കുറച്ച് ആക്റ്റീവാണ്. ഒരു ലേഡി പവർ എന്നുള്ള ഒരവസ്ഥയിൽ പുള്ളിക്കാരി ആക്റ്റീവാണ്. മേ ബി പുള്ളിക്കാരിക്കും കുറേ വോട്ട് വീഴാൻ ചാൻസ് ഉണ്ട്. ആര്യൻ്റെ കാര്യമാണ് എനിക്കിപ്പോഴും, ഞാൻ കോൺഫിഡൻ്റ് അല്ല, പക്ഷേ പുള്ളിക്കാരൻ മുന്നോട്ട് പോകും. കാര്യം ആ ഒരു ചോക്ലേറ്റ് ബോയ് ഇമേജ് വെച്ചിട്ട് അത്യാവശ്യം ലേഡീസിൻ്റെ ഇതുണ്ടാവും. പക്ഷേ എന്നാലും ഇന്ന് വോട്ട് കുറയാനാണ് ചാൻസ്. പുള്ളിയാണ് ആ ഇന്നേഴ്സൊക്കെ കാണിച്ചത്. അത് മാക്സിമം ലഘൂകരിക്കാൻ പുള്ളി ശ്രമിക്കുന്നുണ്ട്. മേ ബി അത് വിജയിച്ചാൽ, അത് എപ്പിസോഡിലൊന്നും കാണിക്കുന്നില്ല, മേ ബി അത് വിജയിച്ചാൽ പുള്ളി മുന്നോട്ട് പോകും. എന്തായാലും ഈ വീക്കൊക്കെ കടന്ന് കാണണം എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ശൈത്യയും നെവിൻ്റെയും കാര്യമാണ്. പിന്നെ രഞ്ജിത്തേട്ടൻ, പുള്ളിക്കാരനും മുന്നോട്ട് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഈ ആഴ്ചയിൽ അത്ര ക്രൂഷ്യൽ അവസ്ഥയിൽ നിൽക്കാൻ എനിക്ക് തോന്നുന്നത് ശൈത്യ ആൻഡ് നെവിനാണ്. അവരിൽ ആരെങ്കിലും ഔട്ടാകുമോ എന്നുള്ളൊരു ചാൻസ് ഞാൻ കാണുന്നുണ്ട്. ഈവൻ നമ്മുടെ ഇപ്പോഴത്തെ ടാസ്കിൽ പിന്നെ അങ്ങനെ ആരെങ്കിലും പോവുകയാണെങ്കിൽ ചിലപ്പം 2 എലിമിനേഷൻ ഉണ്ടാവും. അത് നമുക്ക് കണ്ടറിയാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ദിവസത്തെ അപ്ഡേറ്റ്. കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയി വരുന്നുണ്ട്. എല്ലാവരും ഇനീഷ്യേറ്റീവ് എടുത്ത് വരുന്നു, എല്ലാവരെയും പുഷ് ചെയ്ത് വരുന്നു. അപ്പം കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആവട്ടെ. നമുക്ക് നാളെ കാണാം.